എന്ത് പാൻറിലിട്ടിരുന്നു ഇവനെന്ത് ഓരോക്ക് ഓരോ രീതികളാണ്. ഓരോ വണ്ടിയിൽ പോകുന്ന വീഡിയോ എടുക്കണം, ഇവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എടുക്കണം. എന്നാ അവസ്ഥ. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോ പറഞ്ഞോ, ഞാൻ പറയുന്നില്ല, പറഞ്ഞോ എന്നാ സംഭവം ഇന്നല്ലേ. ആ പറഞ്ഞോ സംഭവം, ഇന്നത്തെ സംഭവം പറഞ്ഞോ. ഇരിക്കാനൊന്നുമില്ല. ആ ഇന്ന് അല്ലേ, ഇന്ന് ഓണം. ഹാപ്പി ഓണം, എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ ഇന്ന് നമ്മളെ പുതിയ സ്റ്റാർട്ടപ്പ് ഇന്ന് നമ്മ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ, ടൂറോ സർവീസസ്. അതായത് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുവോ? അല്ലേ, സർവീസ് ചെയ്യാൻ വീട്ടിൽ നിന്ന് പിക്ക് കയറ്റി തിരക്കൊക്കെ ഉള്ളവർക്ക് നമ്മളിപ്പം ടൈമില്ലാത്തവരുണ്ടാവില്ലേ, വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് സർവീസ് കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഡ്രോപ്പ് ചെയ്യും വണ്ടി, കാറ്. അതാണ് ഡ്രൈവേഴ്സ് ഇല്ലാത്തവർക്ക്, അതായത് ഒരു ട്രിപ്പ്, നിങ്ങൾക്ക് ഒരു ട്രിപ്പ് പോകണം അല്ലെങ്കിൽ ഒരു ലോങ് യാത്ര പോകണം, അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവർ ഇല്ല, അങ്ങനെയാണെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്താൽ ഡ്രൈവറിന് എത്തിക്കും. അങ്ങനെ ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന കൊച്ചിയിലാണ്, നിങ്ങളെ വാഹനം ഇടിയായില്ലേ, നാട്ടില് കണ്ണൂരാന്നില്ലേ, വീടിന് കണ്ണൂരേക്ക് വാഹനം എത്തിക്കണമെങ്കിൽ നമ്മ എത്തിക്കും. കുറെ സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ് ചെയ്തു അല്ലേ, നമ്മ ലോഞ്ച് ചെയ്തു ഒഫീഷ്യലി, ആഡ് ഇട്ടിട്ടുണ്ട്. നമ്മ ഉള്ളത് ഇവിടെ പയ്യന്നൂർ അമ്പലം, പയ്യന്നൂർ മെയിൻ അല്ലേ. ഇവിടെ ഇപ്പൊ സൗണ്ട് കേൾക്കുവാൻ എനിക്കറിയില്ല, ഒരുപാട് ഒച്ചയുണ്ട്. അപ്പോ ആരെയും കാണുന്നുണ്ടോ? ഇവനെ കാണുന്നില്ല. വേണ്ട, നമ്മളങ്ങനെ അമ്പലത്തിൽ കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അല്ലേ, പക്ഷെ ഓമ്പറിന് എടുക്കാൻ ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, ഇനി ഇവിടെ ഫുൾ തിരക്ക്, ഞാൻ ഓരോന്നോരോന്നല്ലേ പോലെ. എന്താ എവിടെ പോയില്ലേ? ഒരു പണിയില്ലെങ്കിലും ഇതിനപ്പം തിരക്കുന്നു. നമ്മളെ സ്വന്തം ആകാശിനെ പറ്റി വേറെ കാര്യങ്ങൾ പറയാനുണ്ടല്ലേ, ഇതില് പറഞ്ഞില്ല. എന്തിനാന്ന് ടോറോ അല്ലേ, ടൂറോ? ടൂറോ അത് പറഞ്ഞില്ലല്ലോ. 12 ഇന്നാണ് ലോഞ്ച്, ഐശ്വര്യമായിട്ട് അമ്പലത്തിനുള്ള ലോഞ്ച് ചെയ്ത്. ഇവിടെ സൗണ്ട് എത്രത്തോളം കേൾക്കും അറിയില്ല, കാരണം ഭയങ്കര ഒച്ചപ്പാടാണ്. എക്സ്പ്രഷനിൽ മാറുന്ന ബ്രോല അങ്ങനെ സ്റ്റോറിയിലിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ആരാ ഇടുന്ന് ഇവന്റെ ഫോൺ എടുത്തിട്ട് ഇവന്റെ സ്റ്റോറി എടുപ്പിക്കുന്നുണ്ട്. പരിപാടി ഇനി മറ്റേ പറയിപ്പിച്ചിട്ട് പോകുന്ന പോലെ ഉണ്ടല്ലോ ഇവന്റെ ആയിട്ട്. ബ്രോനെ പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അല്ലേ. അമ്പലത്തിലെല്ലാം വേറെ ഒരു രാവിലെ അല്ലേ നമ്മ വന്ന് എത്ര മണിക്കെന്ന് പറഞ്ഞു കൊടുത്ത്? നമ്മ 9 മണി കഴിഞ്ഞ് 9:30 അതിനടുത്ത് വെയിലെല്ലാം വന്ന്. ഇപ്പത്തെ ടൈം ഒരു മിനിറ്റ്, ഇപ്പൊ 10 മണിയായി. ഇപ്പൊ ആൾക്കാർ വരുന്ന്. പറ ഇവരറിയില്ല ബ്രോ. എടാ എന്ത് പാൻറിലിട്ടിരുന്നു ഇവനെന്ത്? എന്തിത് ക്യാമറ ഓർക്കുമ്പോ ഇവൻ മാറി. ഇവരെ കണ്ടിട്ടല്ലോ, വില്ല ടീമാ. ഒരു ഹായ് പറ ബ്രോ.
കൊടുത്തു ബ്രോ എല്ലാരും ഇതേപോലെ ഉണ്ടാവും ആദ്യമല്ലേ 4 പാന്റ് ഇട്ടിട്ട് വന്നിട്ട് അല്ലേ അതൊരു ഇതായി പോയി. നമ്മളെ ഐഡിയ നോക്ക് ടൂറോ സർവീസസ് അന്റെ നോക്കിയാലും മതി. ഇതില് നിന്റെ വണ്ടി വരുമല്ലോ നീ കണ്ടില്ലേ ഇത് നമ്മളെ ഇപ്പുറത്തും പ്ലേ നാളെ നിന്റെ ഇതിന് വരും. നമ്മളെ സ്റ്റാർട്ടപ്പ് ബ്രോ എങ്ങനെയുണ്ട്? അല്ല ഇത്രയും ഒരു എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന എല്ലാവർക്കും ആ മനസ്സല്ലേ കാണാതെ പോരുത്. എന്ത് ഇല്ല അയക്ക് സ്റ്റോറി ഇട്. ഇടണ അല്ല വീട്ടിൽ വന്ന് ഇടിപ്പിക്കുമല്ലേ? സ്റ്റോറി ഇട്ടു. സംഭവം എങ്ങനെയുണ്ട് നമ്മളെ സംഭവം? അറിയാ കുറച്ച് കഴിയുമ്പോ അപ്പുറത്ത് പോയിട്ട് വേറെന്തെങ്കിലും പറയും. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി ചാടിക്കാൻ പറഞ്ഞു. കിട്ടോ ചായ കിട്ടോ? ചായ കിട്ടോ അറിയില്ല, നോക്കി തപ്പി പോയി. പോട്ടെ, അൺഹെൽത്തി അല്ലേ ബ്രോ? ചായക്കടി തപ്പി പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടമ്മ ഇങ്ങനെ ഓവർ സ്പീഡാണ്. ഓവർ പോലീസ് ഉണ്ട്. ഹെൽമെറ്റ് ഉണ്ടോ? അമ്മക്കില്ല, ബാക്കിൽ ഇരിക്കണമെന്നില്ല. പോലീസ് എന്ത് ഗിയർ ഡൗൺ ആക്കണം. വിഷയമുണ്ടോ എന്തെങ്കിലും വിഷയമുണ്ടോ? പിന്നെ ഇവിടെ ഇറക്കി വിട്ടിരുന്ന പറയണം. അവിടെ എന്തോ വണ്ടി പിടിച്ചിട്ടാ, എന്തോ വണ്ടി പിടിച്ചാന്നോ അല്ലേ? അറിയില്ല. നമ്മളിനെ കറക്റ്റ് ആയിട്ട് നേമല്ല വഴിക്കുമ്പോ നമുക്ക് അങ്ങനെ പക്ഷെ ഇപ്പൊ ഹെൽമെറ്റ് ബാക്കിൽ അങ്ങനെ നോക്കല്ലേ സത്യം പറഞ്ഞ അല്ലെ? ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. കാരണം ബാക്കില് ഹെൽമെറ്റ് ഇല്ലാണ്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇതുവരെ ഫൈൻ വന്നില്ല. ഇനി വരുമോന്ന് അറിയില്ല. ചാടിക്കാൻ ഇനി ഫൈൻ വരുമോന്ന് അറിയില്ല, ഇതുവരെ വന്നില്ല. പയ്യന്നൂരത്തെ 2 ക്യാമറയും 2ലും പോയി. വർക്കിംഗ് അല്ലാതെ വിശ്വാസം ഇനിയിപ്പോ കൊറേ കാലം രണ്ടും 2ലും പണിയാ. ഓർമ്മ അപ്പൊ നിയമം പാലിക്കുന്നില്ല. പക്ഷെ ബാക്കിലെല്ലാം എത്രത്തോളം ചിലപ്പോ നമ്മ ഹെൽമെറ്റ് എടുക്കാൻ മറന്നു. സ്വാഭാവികല്ലേ? എങ്ങോട്ട് റൈറ്റ്. നിയമങ്ങൾ പറഞ്ഞാൽ പാലിക്കല്ലേ? ഹെൽമെറ്റ് എടുക്കാൻ ബാക്കില്ലോ ഇല്ലെങ്കിലോ? പക്ഷെ ഇത് പറഞ്ഞാൽ എടുക്കാൻ മറന്നു. അമ്പലത്തിലാണ് വരുമ്പോ നമ്മ വണ്ടി വെച്ച് ചിലപ്പോ ഹെൽമെറ്റ് പോവാം. പക്ഷെ ഒരാൾക്ക് കൊടുക്കാണ്ടായിരുന്നു പോയി. ഞാൻ നാട്ടിലിറങ്ങുമ്പോൾ നമ്മളെ ഇത് നമ്മളെ സേഫ്റ്റിയാണ്. പുറത്തേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു ഇപ്പൊ ചെരുപ്പിടാണ്ട് പോവാ. ചെരുപ്പിടാണ്ട് പോയിങ്ങ ചെരുപ്പിടാണ്ട് പോവില്ലല്ലോ. അതേപോലെ തന്നെ ഡ്രസ്സിടാണ്ട് പോവാ. ഇപ്പൊ നഷ്ടമായിട്ട് ഹെൽമെറ്റ് ചിന്തിക്കുവാ. പണ്ട് മെച്ചൂരിറ്റി എത്താൻ സമയത്താണ് നമ്മ പണ്ടെല്ലാം ഇല്ലാണ്ട് വണ്ടി ഓടിച്ചിട്ട്. പക്ഷെ ഇന്നെല്ലാം അറിയുന്ന ഭയങ്കര പണ്ടത്തരാണ്.
എല്ലാരും ഓടിച്ചിട്ടുണ്ടാവാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ലൈസൻസ് വേണ്ടേ? ഇപ്പൊ അങ്ങനത്തെ ഒരു ആക്സിഡന്റ് കഴിഞ്ഞു. അപ്പൊ അത് പിന്നെ സ്ലോ ആവും. ലൈസൻസ് കിട്ടിയാലും പറയാറ് പിന്നിതാ 30 പോയി 40 50 മതി. നമ്മളെ റോഡിന് റോഡ് കണ്ടീഷൻ അത്രയല്ലേ പറ്റൂ. ബ്രോനെ അഭ്യർത്ഥന പ്രകാരം എടുത്താണ്. ബ്രോനെ പ്രത്യേകം പറഞ്ഞ് എടുക്കണം. ബ്രോനെ എപ്പം വീഡിയോയില് സ്പേസ് ഇല്ല അങ്ങനെ ഇപ്പൊ കംപ്ലൈന്റ് പറയാം. വീഡിയോയിൽ സ്പേസ് ഇല്ല. കണ്ടന്റ് കൊണ്ടാ ബ്രോ എന്നാ കണ്ടന്റ് പറയണ്ടേ? ചാടിക്കാൻ പൊറോട്ടയല്ലേ? പൊറോട്ട എവിടെയാ പൊറോട്ട? അറിയില്ല, ജസ്റ്റ് ഉണ്ടാവും. എനക്കറിയില്ല. ഓണായോണ്ട് മിക്കവാറും സാധനം ലീവായിരിക്കും. അതാണ് നമ്മള് നിയമങ്ങൾ പാലിക്കാന്നുള്ള. ഇപ്പൊ നമ്മ ചാടിക്കാൻ പോയത് ഏത് ഹോട്ടലൊന്നും തുറന്നിട്ടില്ല. ഹൈവേ തുറന്നിനാ? ഹൈവേ ഹോട്ടൽ തുറന്നിട്ടുണ്ട്. ഹൈവേ ഹോട്ടൽ തുറന്നിട്ടുണ്ട്. പോയ പൊറോട്ട ഫുഡ് റിവ്യൂ എല്ലാവർക്കും കോമ്പറ്റീഷൻ ആയിക്കോട്ടെ അല്ലേ? ഫുഡിക്കെല്ലാം എടാ വണ്ടി ഓണായോട് റോഡിലും ഹൈവേയിലും പോലെ ആൾക്കാരില്ലാന്നില്ല. കാലിക്കറ്റ് ഉണ്ട് ഇതാ. കുട്ടന്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം നമ്മള് വണ്ടി നിറങ്ങുന്ന വീഡിയോ വേണം, വീഡിയോയിൽ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോക്കും ഓരോ രീതികളാണ്. ബ്രോന് പിന്നെ വണ്ടിയിൽ പോകുന്ന വീഡിയോ എടുക്കണം, ഇവര് വണ്ടി നിറങ്ങുന്ന വീഡിയോ എടുക്കണം. എന്നാ ഇവിടെ അവസ്ഥ? അല്ല, ഫുൾ ടൈമിൽ ആരെങ്കിലും പിളപിള പറഞ്ഞുകൊടുക്കുന്നവരാന്ന് കൊറേ ചളിയുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കളയേ. അപ്പൊ നല്ല സംഭവം നിർത്തിട്ടു. ഇപ്പൊ ഇവിടെ വരുമ്പോ വേറെ റെസ്റ്റോറന്റോ അല്ലെ ഹോട്ടലോ തുറന്നില്ല, ഇത് മാത്രമേ തുറന്നില്ലൂ. ഹൈവേ ഇതെന്താ മുടി ഓണായിട്ട് പൊറോട്ട പോയി നോക്കാം എന്താ ചെയ്യുന്നല്ലേ. ഉള്ളിൽ വരുമ്പോഴത്തേക്ക് ഇരുട്ട്. ആടെ ലൈറ്റ് ആവണേ. ആണേ കോളേജ് പഠിക്കുമ്പോ എല്ലാം വരുത്തുണ്ട്. എന്ത് പറയുന്നു? പൊറോട്ട എന്നാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പൊറോട്ടയും പഴംപൊരിയും. പഴംപൊരി ബീഫും കുക്ക് ചെയ്തപാടും ബേക്കറിയില്ല ഒരു സെയിം സാധനം. കോപ്പേടി കറി പറഞ്ഞിട്ടെ. അപ്പൊ ഓക്കെ അല്ലെ, തിന്നിട്ട് വരാം. എനക്ക് വലിയ കിട്ടീന്. ഓക്കെ, അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നല്ല വെയില് പുറത്തിറങ്ങുമ്പോഴത്തേക്ക്. ഇതൊന്നും പറയാനില്ലേ? അപ്പൊ എന്താ വേറൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? പൊറോട്ടയും മുട്ടയും ഉണ്ടാക്കലേ ഇല്ല, കഴിഞ്ഞില്ലേ ഇന്നത്തെ പരിപാടി? ഓക്കെ ബൈ.